ആദ്യമായി തന്നെ ഞാൻ പിതാവായ ദൈവത്തിനും പരിശുദ്ധ അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ചെല്ലാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ അമ്മ ആദ്യം കൃപാസനം ഉടമ്പടി എടുത്തപ്പോഴത്തേനും ഞാൻ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാനും പങ്കെടുക്കുമായിരുന്നു. അമ്മ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാനും അമ്മയുടെ കൂടെ ചെല്ലുമായിരുന്നു. പക്ഷേ എന്നൊക്കെ ഞാൻ ചെല്ലിയിട്ടുണ്ടോ അന്നെല്ലാം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരുമായിരുന്നു. ക്ലാസ്സിലാണേലും എല്ലാ കാര്യങ്ങളിലും എക്സാംസിൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മ എനിക്കിത് എല്ലാം ഓക്കെ ആക്കി തരുമായിരുന്നു. അങ്ങനെ ഞാൻ 1 വർഷം കഴിഞ്ഞ് 18 വയസ്സായ ആ സമയത്തോടെ തന്നെ ഞാനും ഒരു ഉടമ്പടി എടുത്തു. എൻ്റെ IELTS എക്സാമിന് വേണ്ടിയിട്ടും UK പഠിക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും എല്ലാം നല്ല പാടായിരുന്നു. ഞാൻ എക്സാംസിന് പോകാൻ നേരത്ത് അമ്മ എനിക്ക് നെറ്റിയിൽ മാതാവിൻ്റെ എണ്ണ തേച്ച് തരികയും പോക്കറ്റിൽ അമ്മയുടെ ഉപ്പിട്ട് തരികയും എല്ലാം ചെയ്തു തന്നിട്ടാണ് എന്നെ വിട്ടത്. എന്നിട്ടും എക്സാം ഹാളിൽ സ്പീക്കിങ്ങിന് ചെന്നപ്പോഴത്തേനും എനിക്ക് റീജിയണൽ ലാംഗ്വേജ് അറിയാണ്ട് കയറി വന്നു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ലാപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ കയറി വന്നു. അതെല്ലാം എന്നെ IELTS പഠിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ മാമിൻ്റെ നോട്ടിലും ഫീഡ്ബാക്കിലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റിംഗ് എക്സാമിന് പോയപ്പോഴത്തേനും ഒരു ടാസ്ക് ഞാൻ ഹെഡിങ് മാറിയാണ് ഞാൻ ചെയ്തത്. പിന്നെ റീഡിങ്ങിലും ലിസണിങ്ങിലും എല്ലാം എനിക്കെല്ലാം ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു 5.5-6 റേഞ്ചിലാണ് ഞാൻ മാർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എനിക്ക് എൻ്റെ ഈ എക്സാം പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചായിരുന്നു. എന്നിട്ടും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ മാതാവ് എന്തായാലും ശരിയാക്കി തരും, ഒരു 6.5 മാർക്ക് നിനക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്നിട്ടും അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് 6.5 കിട്ടത്തില്ല അമ്മേ, ഞാനല്ലേ എക്സാം എഴുതി, എനിക്കറിയാമല്ലോ, എനിക്ക് എന്തായാലും കിട്ടില്ല. IELTS പഠിപ്പിക്കുന്ന മാമിൻ്റെ നോട്ടിലും ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്തായാലും അത് കിട്ടത്തില്ലെന്ന് മാമും എൻ്റെ അടുത്ത് പറഞ്ഞ. അടുത്ത 13-ാം തീയതിയിലത്തെ ഡേറ്റ് നീ എടുത്തോ, ഇപ്പോഴേ എടുത്തോളാൻ എൻ്റെ അടുത്ത് പറഞ്ഞ. എന്നിട്ടും അമ്മ എന്നെ തിരിച്ച് ക്ലാസ്സിൽ വിട്ടില്ലായിരുന്നു. നീ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നായിരുന്നു പറഞ്ഞേ. ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന അന്ന് രാവിലെ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ റിസൾട്ടിലോട്ടല്ല ആദ്യം നോക്കാൻ പോയത്. ആദ്യം തന്നെ ഞാൻ മാതാവിൻ്റെ പ്രഭാത പ്രാർത്ഥന ചൊല്ലി ഉടമ്പടിക്കാശ് രൂപത്തിൽ മുറുക്കെ പിടിച്ച് ഞാൻ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് 6.5 മാർക്കാണ് ഞാൻ കണ്ടത്. ഇത്രയും മാർക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ബാക്കി എൻ്റെ കൂടെയുള്ളവരും എന്നെ പഠിപ്പിച്ച മാമും എല്ലാവരും അതിശയിച്ച് പോയി. കാരണം ഇത്രയും മാർക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം ഫീഡ്ബാക്കിൽ എക്സാമിൻ്റെ ഇൻവിജിലേറ്റേഴ്സും എക്സാം എന്നെ ചെയ്യിപ്പിച്ചവരും ഇട്ടിരിക്കുന്ന ഫീഡ്ബാക്കായിരുന്നു അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഫീഡ്ബാക്കായിരുന്നു. കാരണം റീജിയണൽ ലാംഗ്വേജൊക്കെ കയറി വന്നാൽ ഒരു സാധ്യതയില്ല പിന്നെ കിട്ടാൻ. പക്ഷേ എനിക്ക് എങ്ങനെയാണോ മാതാവ് എനിക്ക് 6.5 മാർക്ക് മേടിച്ചു തന്നു. പിന്നെ പുറകെ ഞാൻ UK പോകാനുള്ള എൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം ഞാൻ തുടങ്ങി. എനിക്ക് ലോൺ പ്രോസസ്സിങ് ഞാൻ തുടങ്ങിയപ്പം ഒരാൾക്കും ആ ഒരു സമയം കൊണ്ടൊന്നും കിട്ടാതെ അല്ലായിരുന്നു. എനിക്ക് ലോൺ പ്രോസസ്സിങ്ങിൻ്റെ ഇടെ വേറെ കുറേ പ്രശ്നങ്ങളും വന്നിരുന്നു. എന്നിട്ടും എനിക്ക് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ ശരിയാക്കി തന്നു. പിന്നെ എനിക്ക് വിസയുടെ കാര്യങ്ങൾക്കും ഒന്നും പെട്ടെന്ന് പൈസ എടുക്കാനില്ലായിരുന്നു. പക്ഷേ എവിടെ നിന്നൊക്കെയോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് അമ്മ പൈസ ശരിയാക്കി കൊടുത്ത് ഞാൻ വിസയുടെ കാര്യങ്ങളും എല്ലാം ചെയ്തു. എല്ലാം എനിക്ക് ശരിയാക്കി കിട്ടി. പിന്നെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് ഞാൻ മാതാവിനോട് വേറൊരു നിയോഗവും കൂടെ പ്രാർത്ഥിച്ചിരുന്നു. മാതാവിനോട് എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. 20 വർഷമായിട്ട് എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. കുവൈറ്റിലാണ് എൻ്റെ അമ്മയുടെ ചേച്ചി താമസിക്കുന്നത്. എൻ്റെ ആൻറ്റിക്ക് 20 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. കുവൈറ്റിലും നാട്ടിലുമായിട്ട് IVF ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ അമ്മയുടെ ചേച്ചീനെ ഞാൻ നിർബന്ധിച്ച് ഒരു ഉടമ്പടി എടുപ്പിച്ചിട്ട് ആൻറ്റി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി IVF ചെയ്തപ്പോഴത്തേനും ആൻറ്റിക്കൊരു കുഞ്ഞുണ്ടായി. ഇപ്പോൾ 2 മാസമായിട്ട് ആൻറ്റി ക്യാരിയിങ് ആണ്. ആൻറ്റി ഇനി വന്ന് ഇവിടെ വരുമ്പോഴത്തേനും കുഞ്ഞുമായിട്ട് ആൻറ്റി വന്ന് സാക്ഷ്യം പറയും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഞാനും അമ്മയും ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി പൊതിച്ചോറൊക്കെ വീടിൻ്റെ അടുക്കൽ നിന്ന് മേടിച്ച് പോയി വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ പാവങ്ങൾക്കൊക്കെ പൈസയും ഒക്കെ കൊടുക്കുമായിരുന്നു. രോഗി സന്ദർശനമൊക്കെ ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവർത്തികളുമായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ദിവസവും ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു.
എനിക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന അമ്മ മാതാവിനെ ഞാൻ ഈ അൾത്താരയിൽ വെച്ച് നന്ദി പറയുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ നല്ല കാര്യങ്ങളായി ചെയ്തിരുന്നതെല്ലാം ഞാൻ പാവങ്ങളെ സഹായിക്കാനും അറിവില്ലാത്തവർക്ക് മീൻസ് IELTS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവർക്ക് എല്ലാവർക്കും ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ വചനങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും കൃപാസനത്തിൻ്റെ പ്രാർത്ഥന എല്ലാം ചെല്ലുമായിരുന്നു. കുർബാനയിൽ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ പോവുകയും കഴിയുന്ന എല്ലാ സമയവും ഞാൻ കുമ്പസാരിക്കാനും ഒക്കെ പോകുമായിരുന്നു. മാതാവിന് ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. ഞാൻ UK 27-ാം തീയതി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ മാസം 27-ാം തീയതിയാണ് ഞാൻ UK പോകുന്നത്. അപ്പം നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൂസ യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. UK ടോപ്പ് 100 റാങ്കിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. നമ്മെ സ്നേഹിച്ചവർ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വചനമാണ്. ഇപ്പോൾ നഴ്സിങ്ങിന് UK പോകുമ്പോഴും ഈശോയുടെയും അമ്മയുടെയും കൂടെയാണ് ചേർന്ന് നിന്നുകൊണ്ട് ഈ മകന് ഭാവിയിലും ദൈവത്തിൻ്റെയും പരിശുദ്ധമ്മയുടെയും സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകണമെന്നുമാണ് ഈ മകൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പറഞ്ഞത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ടും പത്രം കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നാണ്. കൂട്ടുകാർക്ക് ബൈബിൾ വചനം കൊടുക്കുകയും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒന്നിന് സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല. പക്ഷെങ്കിൽ ഈ കൊച്ചുമകൻ അമ്മയിൽ നിന്നുള്ള കിട്ടിയ വിശ്വാസത്തിൽ പ്രകാരം വിശ്വാസ ജീവിതം നയിക്കുന്നതിനാൽ ഈ മകന് മൊബൈലിൽ കൂടി മറ്റുള്ള കൂട്ടുകാർക്കും ബൈബിൾ വചനമാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ബൈബിൾ വായിക്കും. നല്ലൊരു ആത്മീയ ജീവിതത്തിലേക്കാണ് ഈ കൊച്ചുമകൻ ചെറിയ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികളെയും നമ്മുടെ സ്നേഹം മുഖാന്തരം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്കും അടുപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ സ്നേഹവും ശക്തിയും കൂടുതൽ അവരും നമ്മുടെ യൂത്ത് അനുഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം ഒരിക്കലും നമ്മെ വിട്ടുപോവില്ല. ഈശോയുടെ സ്നേഹം നമുക്ക് കരുത്ത് നൽകുന്നതാണ്. കഷ്ടതകൾ നമ്മെ തകർത്തിയാലും ദൈവത്തിൻ്റെ ഈ ഉടമ്പടി ജീവിതം നമ്മളെ വളർത്തുകയാണ്. ഈശോയുടെ അമ്മയുടെ ചേർന്നെന്ന് ആ സ്നേഹത്തിൽ വളർത്തുകയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ സ്നേഹത്തിൽ നമുക്ക് ഉറച്ചു നിന്ന് നമ്മുടെ കഷ്ടതകളെ ജയമാക്കി മാറ്റി ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ബെഞ്ചമിൻ ജോർജിന് കിട്ടിയ ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.